കോട്ടയം മെഡിക്കൽ കോളേജ് കുട്ടികളുടെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ 3 വയസ്സുകാരി മരിച്ചത് ചികിത്സാ പിഴവ് മൂലമെന്ന് പരാതി. ചികിത്സാ പിഴവ് ആരോപിച്ച് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി. കട്ടപ്പന സ്വദേശികളായ ആശ, വിഷ്ണു ദമ്പതികളുടെ മകൾ ഏക അപർണികയാണ് മരിച്ചത്. കുട്ടിക്ക് ചികിത്സയിലിരിക്കെ അപസ്മാരമുണ്ടായെന്നും ചികിത്സാ പിഴവില്ലെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. അവർ ഈ ഒരു 5 മണി സമയത്ത് വന്ന് കുഞ്ഞിന് 2 ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതെന്തിൻ്റെ ഇഞ്ചക്ഷനാണെന്ന് നമുക്കറിയത്തില്ല. അതിനുശേഷമാണ് കുഞ്ഞ് ഇതുപോലെ തീർത്തും അവശതയായതും. നമ്മൾ ഒരുപാട് തവണ പറഞ്ഞു കുഞ്ഞിനെ നോക്കണം, കുഞ്ഞിനെ ഇങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് പോലും, പക്ഷേ അവർ തയ്യാറായില്ല. എൻ്റെ കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് കുഞ്ഞിന് ഫിക്സ് വരുന്നതും. ഞാനാണ് കുഞ്ഞിനെ എടുത്തുകൊണ്ട് ICUലോട്ട് പോകുന്നത്. അന്നേരത്തേക്കും എന്തൊക്കെ സംഭവിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞ സമയത്തെങ്കിലും എൻ്റെ കുഞ്ഞിനെ അവർ നോക്കാൻ തയ്യാറായിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ വരില്ലായിരുന്നു. ഇത്രയും ടെസ്റ്റുകൾ ചെയ്തിട്ടും അവർക്കതൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അവരൊക്കെ പിന്നെ തന്നെ ഡോക്ടറാന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ വിശ്വാസത്തിൻ്റെ പുറത്തല്ലേ ഇവിടെ കൊണ്ടുവരുന്നത്. ജോസി ബാബു വിശദാംശങ്ങൾ നൽകും. ജോസി, കുഞ്ഞിന്റെ മരണത്തിൽ ചികിത്സാ പിഴവ് ഏതെല്ലാം മേഖലകളിൽ ഉണ്ടായി എന്നാണ് ആരോപിക്കുന്നത് കുടുംബം? സൈഫുദ്ദീൻ കോട്ടയം മെഡിക്കൽ കോളേജിലെ കുട്ടികളുടെ ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന കട്ടപ്പന സ്വദേശികളുടെ 3.5 വയസ്സുകാരിയായ മകളാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. കുട്ടിയെ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിച്ചത്. വയറുവേദനയെ തുടർന്നായിരുന്നു വിഷ്ണു ആശ ദമ്പതികളുടെ മകൾ ഏക അപർണികയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കാര്യമായ പരിശോധനകൾ നടത്തിയില്ല എന്നതാണ് കുടുംബം ആരോപിക്കുന്നത്. കുട്ടി തീരെ അവശതയിൽ ആയപ്പോഴും കാര്യമായ പരിശോധനകളോ ചികിത്സയോ ഉറപ്പാക്കാൻ ആശുപത്രി അധികൃതർ തയ്യാറായില്ല എന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. പല രക്തപരിശോധനാ ഫലങ്ങളും വളരെ കൂടുതലായി കൗണ്ട് റിപ്പോർട്ടിൽ കാണിക്കുന്നുണ്ടായിരുന്നു. എങ്കിൽ പോലും ഒരു കുഴപ്പവുമില്ല, ആശുപത്രി വിടാമെന്നുള്ള നിലപാടിലായിരുന്നു ആശുപത്രി അധികൃതർ ഉണ്ടായിരുന്നതെന്നാണ് മാതാവും പിതാവും ആരോപിക്കുന്നത്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കുടുംബം കട്ടപ്പന പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതി കോട്ടയം ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോർവേഡ് ചെയ്യപ്പെടുമെന്നാണ് കുടുംബത്തിന് ലഭിച്ചിരിക്കുന്ന അറിയിപ്പ്. എന്തായാലും കുട്ടിയുടെ മരണത്തിന് പിന്നാലെ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. എന്തായാലും ആശുപത്രി അധികൃതർ പറയുന്നത് തങ്ങൾക്ക് ചികിത്സാ പിഴവൊന്നും ഉണ്ടായിട്ടില്ല, എല്ലാ തരത്തിലുള്ള കൃത്യമായ ഇടപെടലുകളും നടത്തി. കുട്ടിക്ക് അപസ്മാരം ഉണ്ടാകുകയും അതേ തുടർന്ന് ആരോഗ്യനില വഷളാകുകയും ചെയ്തു. തങ്ങൾ തന്നെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ വേണമെന്ന ആവശ്യം നിർദ്ദേശിച്ചതെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാകുന്നു. സ്വാഭാവികമായും ചിലപ്പോൾ വായിലെ സ്രവങ്ങളോ അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങളോ ഒക്കെ ശ്വാസകോശത്തിലേക്ക് ഉള്ളിൽ പോകാനുള്ള സാധ്യതയുണ്ട് എന്നതും ഡോക്ടർമാർ പറയുന്നു. അതുകൊണ്ട് തന്നെ ആശുപത്രിയുടെ ഭാഗത്തുനിന്നും വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നാണ് ആശുപത്രി അധികൃതർ ആവർത്തിക്കുന്നത്. അതേസമയം അതിനു മുമ്പ് ഒരാഴ്ച മുമ്പും ഈ കുട്ടിയെ ഈ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തിച്ചിരുന്നു. അപ്പോഴും ഇത്തരത്തിൽ മരുന്ന് നൽകി പറഞ്ഞയക്കുകയും കൂടുതൽ പരിശോധനകളൊന്നും നടത്തിയില്ല എന്നുമാണ് അവർ പറയുന്നത്. നേരത്തെ നടത്തിയ പരിശോധനകളിലെ എല്ലാം ഫലങ്ങൾ അനുകൂലമാണ്. ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, കുട്ടിക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നതാണ് ആശുപത്രി അധികൃതർ പറഞ്ഞിരിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലൊരു നിയമ നടപടി വേണം, അല്ലെങ്കിൽ ഈ കുറ്റക്കാരായ ഡോക്ടർമാർക്കെതിരെ ആശുപത്രിക്കെതിരെ നടപടി വേണമെന്നുള്ള ആവശ്യമാണ് കുടുംബം ഉന്നയിക്കുന്നത്. എന്തായാലും പരാതി പരിശോധിക്കുമെന്ന് ഗാന്ധിനഗർ പോലീസും അറിയിച്ചിട്ടുണ്ട്. സൈഫുദ്ദീൻ.